ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് മെറ്റൽ ക്യാപ്പുകളുണ്ടല്ലോ, ക്യാപ്പുകളും അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഒരുപാട് പേര് ചോദിക്കേണ്ടത് എന്താണ് കണ്ടിന്യൂസ് വീഡിയോസ് ഷെയർ ചെയ്യാത്തതെന്നുള്ളത്. നമ്മൾ വീഡിയോ ഷെയർ ചെയ്യും, അതിന് പ്രോപ്പറായിട്ടുള്ളൊരു എന്താ പറയുക, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് ഇല്ലാതിരിക്കുമ്പോൾ നമുക്കും വീഡിയോ ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു മനസ്സുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ജ്വല്ലറി മേക്കിംഗ്, ഹെയർ ബോ മേക്കിങ്ങിൻ്റെയൊക്കെ മെറ്റീരിയൽസും മേക്കിംഗ് വീഡിയോസൊക്കെയാണ് ഷെയർ ചെയ്യാറുള്ളത്. ഒരു മേക്കിംഗ് വീഡിയോസ് ഇപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് ഷോർട്സിലാണ് കാണാനായിട്ട് പറ്റും. നമ്മൾ ഡീറ്റെയിൽ വീഡിയോസ് അധികം മേക്കിംഗ് വീഡിയോസ് ഷെയർ ചെയ്യാറില്ല. അപ്പോൾ ക്യാപ്പുകൾ എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുക ഇതുപോലെ ബ്രേസ്ലെറ്റ് അതല്ലെങ്കിൽ മാലയൊക്കെ ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ബീഡ്സിൻ്റെ വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല, ബീഡ്സിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ക്യാപ്പ് ഉപയോഗിക്കുന്നത് കേട്ടോ. ബീഡ് ക്യാപ്പ് എന്നാണ് നോർമലി പറയാറുള്ളത്. ഇതുപോലെ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതേപോലെ വരും. ഈ ബ്രേസ്ലെറ്റ് ചെയ്യാൻ ആവശ്യമുള്ള മെറ്റീരിയൽസ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ക്യാപ്പ് വേറൊരു രീതിക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ സിൽക്ക് ത്രെഡ് കൊണ്ട് ബാങ്കിൾ ചെയ്യും, കുന്തൻ സ്റ്റോൺ വെച്ചിട്ട്. അങ്ങനെ സ്റ്റോൺ വെച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്യാപ്പ് അതിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ തല തിരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഈ ഒരു നേരെ വരുന്ന രീതിയിൽ കുന്തൻ സ്റ്റോൺ ഉണ്ടല്ലോ അതിൽ ആ ഒരു സിൽക്ക് ത്രെഡിൻ്റെ ബാങ്കിൾ ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് വെച്ച് കമ്മലുകൾ, ജ്വല്ലറി നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഇത്ര ക്യാപ്പുകളേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് തന്നെ നമ്മൾ ലോട്ടസ് ക്യാപ്പ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. 20 പീസിൻ്റെ പാക്കറ്റായിട്ടായിരിക്കും വരിക. ഇതെല്ലാം ഒരു 10 to 12 rupees പാക്കറ്റ് റേറ്റാണ് വരുന്നത്. ഏതോ ഒരു പാറ്റേൺ മാത്രമാണ് 15 രൂപ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. എല്ലാം ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ 4 to 5 grams ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ 20 അല്ലെങ്കിൽ 25 പീസസ് ആയിരിക്കും കേട്ടോ. ഇത് ഇതേപോലെ വരിക. ഒരു 10 or 12 mm ബീഡിന് ആപ്റ്റായിട്ടുള്ള ക്യാപ്പാണ് ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ സെയിം നമുക്ക് ഗോൾഡിലും അവൈലബിൾ ആണ് കേട്ടോ. ഇത് നമ്മൾ മാലകളൊക്കെ ചെയ്യുമ്പോൾ, നിങ്ങൾ വലിയ മാലകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ ആ ബ്രേസ്ലെറ്റിൽ കണ്ട രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മളിപ്പോൾ ആ ഒരു ബ്രേസ്ലെറ്റിൽ ഉപയോഗിച്ചിട്ടുള്ള ക്യാപ്പ് ഈ ഒരു ക്യാപ്പാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് 8 mm ബീഡിന് ആപ്റ്റായിട്ടുള്ള ക്യാപ്പ് ഏതാണെന്ന് വെച്ചാൽ ഇതായിരിക്കും നിങ്ങൾക്ക് 8 mm ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 10 mm 12 mm അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൾ ജ്വല്ലറി ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സിൽവർ ഷെയ്ഡ് വരുന്നത്. പിന്നെ കുറച്ചുകൂടി വെയ്റ്റും അതുപോലെ തന്നെ കുറച്ചുകൂടി വലിപ്പത്തിലും വരുന്ന ഒരു ക്യാപ്പാണിത്, ഈ ഒരു ക്യാപ്പ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ഉണ്ടാവുക, അകത്തേക്ക് കുറച്ചിങ്ങനെ കുഴിഞ്ഞിരിക്കും. പിന്നെ വരുന്നത് ഇത് കാണിച്ചു തരാം. നമ്മുടെ 6 mm ബീഡ്സിനൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് 8 mmൻ്റെ കൂടെ ഉപയോഗിക്കാം ഈ ഒരു ക്യാപ്പ്. 5 petal ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാറ്റലോഗിനകത്ത് ഉണ്ടാവും കേട്ടോ. 4 to 5 grams പാക്കറ്റ്സ് ആയിട്ടായിരിക്കും ഇത് വരുന്നുണ്ടാവുക. പിന്നെ വരുന്നത് ഇത് 50 to 55 പീസിൻ്റെ പാക്കറ്റായിട്ടാണ് വരുന്നുണ്ടാവുക കേട്ടോ. ഈ ഒരു ഫ്ലവർ ക്യാപ്പ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു ഐറ്റം. ഇത് 6 mm to 8 mm ബീഡ്സിനൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ക്യാപ്പായിട്ട്. പിന്നെ ഏറ്റവും ചെറിയ സൈസിൽ നമുക്കൊരു 4 mm 5 mm ബീഡ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാപ്പ്. അതിനകത്ത് ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല, പറ്റ ചെറുതാണെന്ന് പറഞ്ഞാൽ പറ്റ ചെറിയ ക്യാപ്പാണ് കേട്ടോ അത്. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ത്രെഡ് ക്യാപ്പ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ത്രെഡ് വെച്ചിട്ട് ജ്വല്ലറി ചെയ്യുമ്പോൾ മാലയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് മെറ്റലാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം മെറ്റലാണ്, പ്ലാസ്റ്റിക് അല്ല കേട്ടോ. അതിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള റേറ്റാണ് ഇത്. പീസ് റേറ്റിന് ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല കേട്ടോ. ക്യാപ്പുകൾ ഞാൻ പറഞ്ഞതുപോലെ 10 പീസ് 20 പീസ്, ഈ ക്യാപ്പുകളെല്ലാം 20-25 പീസിൻ്റെ പാക്കറ്റ്സായിട്ടും ചെറിയ ക്യാപ്പുകളെല്ലാം 4 to 5 grams പാക്കറ്റ്സായിട്ടാണ് വരുന്നത്. ഈ ഐറ്റം നമ്മൾ റേറ്റ് എന്തായാലും കാറ്റലോഗിൽ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യൂ കേട്ടോ. ത്രെഡ് ക്യാപ്പിൻ്റെ ടൈപ്പിൽ വരുന്ന മെറ്റലാണ്. പിന്നെ കുറച്ച് മെറ്റൽ ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ബീഡ്സ് ഉണ്ടല്ലോ, ഈ ഒരു മെറ്റലിൻ്റെ നെറ്റ് ബീഡ് 6 അതുപോലെ തന്നെ 8 അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ലക്ഷ്മി കോയിനാണ് കേട്ടോ. ഇത് ലോക്കറ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾ ഹെയർ ക്ലിപ്പ്, പ്രത്യേകിച്ച് ഒരു ഫിറ്റിംഗ് സ്റ്റോൺ വെച്ചിട്ട് നിങ്ങൾ ഹെയർ ക്ലിപ്പ് ചെയ്യുമ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിൾ ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷ്മി കോയിൻ ഈ ഒരു ഹോളുണ്ടല്ലോ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും.
പിന്നെ കുറച്ച് ലീഫ് പാറ്റേൺസ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള ലീഫ്. ഈ ഒരു 3 ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് മേക്കിംഗ് വീഡിയോ ഷെയർ ചെയ്യാൻ ഒരുപാട് പേര് പറയാം. നമുക്ക് അതിനുള്ള ടൈം കിട്ടാത്ത കാരണം അപ്പോൾ ഇത്രയും ഐറ്റംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ അടുത്ത് മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നമുക്ക് വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്യാം. നമ്മൾ കാറ്റലോഗ് ഷെയർ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് അതിന് മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട്, ഒന്ന് കയറി കാണാം കേട്ടോ. അപ്പോൾ താങ്ക്